നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടിമാലി-കുമളി ദേശീയപാതയ്ക്ക് മുകളിൽ മരങ്ങളിൽ തങ്ങി നിൽക്കുന്ന ഭീമൻ പാറക്കല്ലുകൾ ദുരന്ത ഭീഷണിയാവുന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കീരിത്തോട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചു. ദേവികുളം മണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ജില്ലാ ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ഈട്ടിത്തോപ്പിൽ വൻ കഞ്ചാവ് വേട്ട. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 8 കിലോ കഞ്ചാവും 7 യുവാക്കളെയും തങ്കമണി പോലീസ് പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതയ്ക്ക് മുകളിൽ മരങ്ങളിൽ തങ്ങി നിൽക്കുന്ന ഭീമൻ പാറക്കല്ലുകൾ ദുരന്ത ഭീഷണിയാവുന്നു. ഉരുൾപൊട്ടലിന് പിന്നാലെ റോഡിലേക്ക് വീണ കല്ലുകൾ നീക്കിയെങ്കിലും അപകടാവസ്ഥയിലുള്ള പാറകൾ ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല. അടിയന്തര നടപടി വൈകിയാൽ യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുമെന്ന നാട്ടുകാരുടെയും യാത്രക്കാരുടെയും മുന്നറിയിപ്പ്. കഴിഞ്ഞ ശനിയാഴ്ച അടിമാലി-കുമളി ദേശീയപാതയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് മലമുകളിൽ നിന്ന് ഉരുണ്ടുവന്ന ഭീമൻ പാറക്കല്ലുകൾ ദേശീയപാതയിലേക്ക് പതിച്ചിരുന്നു. റോഡിലേക്ക് വീണ കല്ലുകൾ ഉടൻ നീക്കം ചെയ്തെങ്കിലും നിരവധി വലിയ പാറകൾ റോഡിന് തൊട്ടുമുകളിലുള്ള മൺതിട്ടയിൽ ബലം കുറഞ്ഞ മരങ്ങളിൽ തങ്ങി നിൽക്കുന്ന അപകടാവസ്ഥയിലാണ്. ഏത് നിമിഷവും ഇവ താഴേക്ക് പതിക്കാവുന്ന സാഹചര്യമാണുള്ളത്. അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഈ പാറകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംവിധാനവും ദേശീയപാത അതോറിറ്റി, ദേശീയപാത പരിപാലന വിഭാഗവും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ശനിയാഴ്ച ഉരുൾപൊട്ടുണ്ടായ സ്ഥലമാണിത്. അപ്പം കീരിത്തോട്ടിൽ നിന്ന് പകുതിപ്പാലം പോകുന്ന വഴിക്കാണ് 185 ദേശീയപാതയിലാണ് ഈ ഉരുൾപൊട്ടുണ്ടായിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലുതും ചെറുതുമായിട്ടുള്ള നിരവധി കല്ലുകളാണ് ഇനി ഒഴുകി വന്ന് അല്ലെങ്കിൽ ഒരു ഉരുൾ വന്ന് ഈ റോഡിലേക്ക് ചാടാൻ വേണ്ടി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളമായിട്ടുള്ള വാഹനങ്ങളിലൂടെ രാപ്പകലില്ലാതെ യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പിലുള്ള കല്ലുകളെ എത്രയും പെട്ടെന്ന് പൊട്ടിച്ച് നീക്കിക്കൊണ്ട് യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ സുരക്ഷിതമായ ഒരു ക്രമീകരണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള കാര്യമാണ് അപേക്ഷിക്കുന്നത്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മരങ്ങളിൽ തിങ്ങി നിൽക്കുന്ന പാറകൾ വീണ്ടും താഴേക്ക് പതിച്ചാൽ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ ജീവന് ഗുരുതര ഭീഷണിയുണ്ടാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. വലിയ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് അപകടാവസ്ഥയിലുള്ള പാറകൾ നീക്കം ചെയ്ത് ദേശീയപാത സുരക്ഷിതമാക്കണമെന്ന ശക്തമായ ആവശ്യം ഉയരുകയാണ്. സിറ്റി വിഷൻ, ഇടുക്കി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കീരിത്തോട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചു. മഴ ശക്തമായതോടെ കൂടുതൽ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. നിലവിൽ 14ഓളം കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തട്ടക്കണ്ണിക്ക് പിന്നാലെ 2ാം വാർഡിലെ കീരിത്തോട്ടിലും ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചു. കീരിത്തോട് ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ നിലവിൽ 14 കുടുംബങ്ങളാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും മലമുകളിൽ നിന്ന് ഭീമൻ പാറക്കല്ലുകൾ ഉരുണ്ടിറങ്ങി ജനവാസ മേഖലയിലേക്ക് പതിക്കുന്ന സംഭവങ്ങളും പ്രദേശത്ത് കടുത്ത ആശങ്കയ്ക്ക് ഇടയാക്കിയ സാഹചര്യത്തിലാണ് മുൻകരുതൽ നടപടിയായി കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത്. ഇപ്പോൾ 27 അംഗങ്ങൾ ഈ ക്യാമ്പിലുണ്ട്. ഇന്ന് രാവിലെ മുതൽ മറ്റ് ആളുകൾ, ഫാമിലികൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇനിയും ഈ ക്യാമ്പിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരും. ക്യാമ്പ് തുടരുക തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മഴയില്ലാതെ ഇരുന്നത് കൊണ്ട് ഇന്ന് ക്യാമ്പ് പിരിച്ചു വിടണമെന്ന ഒരു തീരുമാനമൊക്കെ വന്നിരുന്നെങ്കിലും ഇന്നലെ രാത്രിയിലെയും ഇന്നത്തെയും മഴ കാരണം ക്യാമ്പ് പിരിച്ചു വിടുന്നില്ല. തുടരാനാണ് സാഹചര്യം. ഇപ്പോൾ കീരിത്തോട് പകുതിപ്പാലം മേഖലകളിലാണ് അപകട ഭീഷണി ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ മലമുകളിൽ നിന്ന് കല്ലുകൾ ഉരുണ്ടു വീഴുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് കഴിയുന്നത്. മഴ കുറഞ്ഞാൽ ക്യാമ്പ് അവസാനിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും കഴിഞ്ഞ രാത്രി മുതൽ മഴ വീണ്ടും ശക്തമായ സാഹചര്യത്തിൽ ക്യാമ്പ് തുടരാൻ തീരുമാനിച്ചതായി വാർഡ് മെമ്പർ അറിയിച്ചു. ഉരുണ്ടുവരുന്ന പാറക്കല്ലുകളാണ് ഇപ്പോൾ ജനവാസ മേഖലയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രിയിൽ സുരക്ഷിതമായി ഉറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും അധികൃതർ സ്ഥിരമായി സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. പാലം ഭാഗത്ത്
ഒരു 10-20 വീട്ടുകാർ ഇങ്ങനെ പാറയുടെ വീട് ഉരുൾപൊട്ടി വന്ന് റോഡെല്ലാം ബ്ലോക്കായി, റോഡിൽ നിന്ന് കല്ല് വീടിൻ്റെ മുകളിലേക്ക് വന്ന് പഠിച്ച് ഒരു വീട് പോയിരിക്കുന്നു, അടുത്ത വീട് പോകാറായിരിക്കുന്നു. കല്ലുകൾ വന്നിങ്ങനെ കിടക്കുന്നത് കാരണം ബുദ്ധിമുട്ടാണ്, ഈ കിടക്കാൻ ബുദ്ധിമുട്ടാണ് പേടിച്ചിട്ട്. വളരെയധികം പ്രയാസമാണ്, വളരെയധികം പ്രയാസം. ഒത്തിരി കുറേ ആൾക്കാർ 10-20 വീട്ടുകാരുണ്ട്. എല്ലാവരുടെയും പേടി എല്ലാവരുടെയും ഈ പാറമലയിൽ ഇങ്ങനെ പാറയും ഉരുള കല്ലുകളിരിക്കുക. ഏത് നിമിഷം ഇങ്ങനെ പോരാൻ തയ്യാറായിരിക്കുന്ന കല്ലുകളാണ്. അവിടെ കിടന്ന് വണ്ടി ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ. മഴ വീണ്ടും ശക്തമായതോടെ അപകട സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. നിലവിൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് പുറമെ ഭീഷണി നേരിടുന്ന കൂടുതൽ കുടുംബങ്ങളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകാമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ദുരന്ത നിവാരണ വിഭാഗവും പഞ്ചായത്ത് അധികൃതരും സ്ഥിതിഗതികൾ നിരന്തരം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റി വിഷൻ, ഇടുക്കി. ദേവികുളം മണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ജില്ലാ ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. മഴ ശക്തമായതിനെ തുടർന്ന് ദേശീയപാത 85 നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ ഗതാഗതം നിയന്ത്രണം തുടരുന്നു. ചീയപ്പാറയ്ക്ക് സമീപത്ത് ഒരിടത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും വെള്ളച്ചാട്ടം കാണുന്നതിനുമുള്ള നിയന്ത്രണം തുടരുന്നു. മിക്ക സമയങ്ങളിലും ഹൈവേ പോലീസിന്റെ പരിശോധനയും ഈ ഭാഗങ്ങളിൽ തുടരുന്നു. ദേവികുളത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ദേശീയപാത 85 ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന ചീയപ്പാറയിൽ വെള്ളച്ചാട്ടം കാണുന്നതിനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനോ അനുവദിക്കുന്നില്ല. സഞ്ചാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി വലിയ മുന്നറിയിപ്പ് ബോർഡുകളും സമീപം സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ വെള്ളച്ചാട്ടം കാണുന്നതിനായി നിർത്തുന്ന വാഹനങ്ങളെ അധികൃതർ പറഞ്ഞുവിടുകയും ഹൈവേ പോലീസിന്റെ പരിശോധനയും ശക്തമായി തന്നെ തുടരുന്നു. യാതൊരു കാരണവശാലും വാഹനങ്ങൾ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങളിൽ പാർക്ക് ചെയ്യരുതെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെയും കർശന പരിശോധനയും തുടരുന്നു. മഴയെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മാറ്റമില്ലാതെ തുടരുകയാണ്. സിറ്റി വിഷൻ, അടിമാലി. ഈട്ടിത്തോപ്പിൽ വൻ കഞ്ചാവ് വേട്ട. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 8 കിലോ കഞ്ചാവും 7 യുവാക്കളെയും തങ്കമണി പോലീസ് പിടികൂടി. ദിവസങ്ങളായി പ്രതികളെ നിരീക്ഷിച്ചു വന്ന പോലീസ് ഇന്ന് പുലർച്ചെ 12:45 കൂടിയാണ് ഈട്ടിത്തോപ്പ് കൊച്ചുമറ്റത്തിൽ തോമസിന്റെ വീട്ടിൽ നിന്നും കഞ്ചാവും പ്രതികളെയും പിടികൂടിയത്. എറണാകുളം ഭാഗത്തു നിന്നും എത്തിച്ച കഞ്ചാവാണ് തങ്ങൾ വിൽപ്പന നടത്തി വന്നതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഈട്ടിത്തോപ്പ് കൊച്ചുമറ്റത്ത് തോമസിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 8 കിലോ കഞ്ചാവും 7 പ്രതികളെയുമാണ് തങ്കമണി പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു ബേബിയും സംഘവും ചേർന്ന് പിടികൂടിയത്. ഇന്ന് പുലർച്ചെ 12:45 കൂടി വീട് വളഞ്ഞാണ് പ്രതികളെ പിടികൂടിയത്. 8 കിലോ കഞ്ചാവ് അത് എറണാകുളം ഭാഗത്തു നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അതിന്റെ ഒരു ആളിന്റെ പേരും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അതിലേക്കുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അതിലും കർശനമായും അറസ്റ്റ് ഉണ്ടാകും. വീട്ടുടമ ഈട്ടിത്തോപ്പ് കൊച്ചുമറ്റത്തിൽ തോമസ്, ചെമ്പകപ്പാറ ചെരുവുകാലായിൽ ആൽബിൻ, നാങ്കുതൊട്ടി മണിമലക്കുന്നിൽ ജിൻസ്മോൻ മാത്യു, മേലെ ചിന്നാർ കമ്മട്ടിക്കൽ വിമൽ റോയ്, കൊച്ചുതോവാള കുന്നുംപുറത്ത് ഷിൽറ്റു ഷാജി, തോവാള ആശ്രമംപടി പുൽപ്പാറയ്ക്കൽ ശരത് സാബു, തേക്കിൻകാനം കാരിയേലിൽ നോബിൾ എൽദോസ് എന്നീ പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളത്ത് നിന്നും വിൽപ്പനയ്ക്കായി വാങ്ങിയ കഞ്ചാവാണിതെന്നും പ്രതികൾ പോലീസിനോട് കുറ്റം സമ്മതിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. ഇടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ് സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു.
കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakot. The number 1 health provider, Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി മേഖലയിൽ ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് നേരിയ ശമനം. രാവിലെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ദേശീയപാത 85 ഗതാഗതം നിയന്ത്രണം തുടരുകയാണ്. അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ മഴയ്ക്ക് നേരിയ തോതിൽ ശമനം. രാവിലെ പ്രതികൂല കാലാവസ്ഥ ആയിരുന്നെങ്കിലും പിന്നീട് തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ജില്ലാ ഭരണകൂടം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അടിമാലി മേഖലയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഇവിടെ താമസിച്ചിരുന്നവർ അടിമാലി സർക്കാർ സ്കൂളിൽ ക്രമീകരിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞുവരികയായിരുന്നു. കൂടാതെ ചാറ്റുപാറ, കൊരങ്ങാട്ടി എന്നിവിടങ്ങളിൽ നിന്നും ആകെ 17 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞത്. മഴയ്ക്ക് ശമനം വന്നതോടെ ഇവർ വീടുകളിലേക്ക് തിരിച്ചുപോയി. വീടിന് നാശനഷ്ടം സംഭവിച്ച കുടുംബവും ബന്ധുവീട്ടിലേക്ക് താമസം മാറി. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങളോട് തിരികെ ദുരിതാശ്വാസ ക്യാമ്പിലെത്താനും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചാറ്റുപാറ ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയ കുടുംബങ്ങളും തിരികെ വീട്ടിലേക്ക് പോയി. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമായി തന്നെ തുടരുകയാണ്. ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നിരോധനം ഇപ്പോഴും തുടരുന്നു. സിറ്റി വിഷൻ, അടിമാലി. സേവന സന്നദ്ധരായ യൂത്ത് കെയർ പ്രവർത്തകർ. കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ ഭീതിയിൽ കഴിഞ്ഞ കുടുംബത്തിന് രക്ഷകരായി യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ പ്രവർത്തകർ. ഉപ്പുതറ ആറ്റുചാൽ ഭാഗത്ത് വീടിന്റെ പിറകിൽ മണ്ണിടിച്ചിൽ അന്തിയുറങ്ങാനാകാതെ ഭീതിയിൽ കഴിഞ്ഞിരുന്ന കൊട്ടാരത്തിൽ അജിയുടെ കുടുംബത്തിനാണ് യൂത്ത് കെയർ പ്രവർത്തനം കൊണ്ട് ഭീതി ഒഴിഞ്ഞത്. വീടിന്റെ പിറകുവശത്ത് റോഡിനോട് ചേർന്ന മഴയത്ത് മണ്ണിടിയുന്നത് വീടിനും ഭീഷണിയായിരുന്നു. വലിയ കല്ലുകൾ മണ്ണിനടിയിലുണ്ടായിരുന്നത് മാറ്റാനാകാതെ ഏതു നിമിഷവും താഴെ പതിക്കുമെന്ന ഭീതിയോടെയാണ് ഇവർ കഴിഞ്ഞിരുന്നത്. കല്ലുകൾ താഴെ പതിച്ചാൽ വീടും തകരുമെന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിബിൻ ജോയിയുടെയും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലാലി സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ബെൽബിൻ ചാക്കോ, ആൽബിൻ എന്നിവരടങ്ങിയ സംഘം മരത്തിൽ കയർ കെട്ടി സാഹസികമായാണ് കല്ല് മാറ്റിയത്. നിരവധി
പലതവണ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കല്ല് മാറ്റിയെങ്കിലും സംരക്ഷണ ഭിത്തിയില്ലാത്തത് വീടിന് ഭീഷണിയാണ്. സംരക്ഷണ ഭിത്തി കെട്ടി ഈ കുടുംബത്തിന് സംരക്ഷണമൊരുക്കുവാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം. സിറ്റി വിഷൻ, ഉപ്പുതറ. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ KSEB ഓഫീസ് ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിൽ ഏറ്റവും അധികം നാശമുണ്ടായ ഉപ്പുതറ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്ത് വൈദ്യുതി എത്തിക്കാൻ തയ്യാറാകാത്ത KSEB ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെയാണ് ഉപരോധം നടന്നത്. മുല്ലപ്പെരിയാറിന്റെ തീരപ്രദേശവും ജലനിരപ്പ് ഉയരുമ്പോൾ ആദ്യം വെള്ളമെത്തുന്ന സ്ഥലവുമാണ് ചപ്പാത്ത്. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ചപ്പാത്ത് അമ്പലം ഉൾപ്പെടെ വീടുകളിലും വെള്ളം കയറിയിരുന്നു. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇടണമെന്ന് പല പ്രാവശ്യം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടെങ്കിലും തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജൻ പറഞ്ഞു. ഇന്നിവിടെ എല്ലാവരും വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മഴക്കെടുതി. കഴിഞ്ഞ ദിവസം നമുക്ക് അതീവ മഴക്കെടുതി ഉണ്ടായ പ്രദേശമാണ് ചപ്പാത്ത്. അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ചപ്പാത്തിൽ പാലത്തിനോട് അനുബന്ധിച്ച് വെള്ളം കയറിയതും എല്ലാം എല്ലാവർക്കും അറിയാവുന്ന. അവിടെ നമുക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ പറഞ്ഞപ്പം അതിന് നമുക്ക് മീറ്റർ വെക്കണം. മീറ്റർ വെച്ചതിന് ശേഷമേ എസ്റ്റിമേറ്റ് എടുത്ത് അതിനുള്ള നടപടികളാണ് അന്നേരം ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ നമ്മളെ അറിയിക്കുന്നത്. അല്ലാതെ അവിടെ ലൈറ്റ് നമ്മൾ മേടിച്ച് തരാം എന്നിട്ട് ലൈറ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചേ അവർ സ്ട്രീറ്റ് ലൈറ്റ് ഇടുകയുള്ളൂ. അതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പം AEക്ക് 15 ദിവസത്തെ ലീവാണ്. സബ് എഞ്ചിനീയർക്കാണ് ചാർജ്. സാറിനെ വിളിച്ചു. സാർ അന്നേരം പറഞ്ഞത് ആ പറഞ്ഞ രീതി അന്നേരം അവിടെ പറഞ്ഞത് തന്നെയാണ് സാർ ആദ്യം ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. അടിയന്തര സാഹചര്യമുണ്ടാകുമ്പോൾ വൈദ്യുതി വകുപ്പ് ആവശ്യമായ സാഹചര്യം മുൻകാലങ്ങളിൽ ഒരുക്കിയിരുന്നു. പഞ്ചായത്ത് ലൈറ്റ് ഉൾപ്പെടെ വാങ്ങി നൽകാമെന്ന് അറിയിച്ചിട്ടും സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ തയ്യാറായില്ലെന്ന് വാർഡംഗം ശിവൻകുട്ടി പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിലുണ്ടായ അനുഭവം നമ്മുടെ ഉപ്പുതറ പഞ്ചായത്തിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു അവസ്ഥയാണ് ചപ്പാത്ത്. അത് എൻ്റെ വാർഡാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് രാവിലെ മുതൽ ഇവരെ വിളിക്കുന്നു. ഇവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം ഇന്നലെ ഇവിടെ വിളിച്ചു പറഞ്ഞപ്പം നമ്മുടെ ഇവിടുന്ന് ഒരു സ്റ്റാഫിനെ അവിടെ വിട്ടു. അവിടെ മിനിയാന്ന് രാത്രി 1:30 മുതൽ നിങ്ങളെല്ലാവരും ഈ ഇവിടെയുള്ള പത്രപ്രവർത്തകരടക്കം ചാനലുകാരടക്കം ആ ചപ്പാത്തി വന്ന അവസ്ഥ കണ്ടതാണ്. ഇരുട്ട് പിടിച്ച് കിടക്കുവാണ് ആ ക്ഷേത്രവും വഴിയും ആ ചപ്പാത്തി ടൗണും എല്ലാം. നമ്മൾ ആ രാത്രിയിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പം ആ നാട്ടിലുള്ള ആളുകളൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ ഓരോ ലൈറ്റും വെച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്ത്. മര്യാദയ്ക്ക് നമ്മൾ പറഞ്ഞു ഇത് ഞങ്ങൾ സാധനം വാങ്ങിത്തരാം, നിങ്ങളൊന്ന് ഇട്ട് തന്നാൽ മതി. ഭയങ്കര ധിക്കാരപരമായ ഇടപാടാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ AICയുടെ അല്ലെങ്കിൽ AEയുടെയൊക്കെ ചുമതലയുള്ള ചില ആളുകളുണ്ട്, ചില പിള്ളേരാ. അവരെന്തൊക്കെ ഇവിടെ എത്രയോ മഹാന്മാരിരുന്ന സ്ഥലമാണ് ഈ കസേരയൊക്കെ. ഇവരെന്തോ മര്യാദയായിട്ട് വർത്താനം പറയാൻ പോലും കൂട്ടാക്കുന്നില്ല. ഇതിനെതിരെയാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനപ്രതിനിധികൾ ഓഫീസ് ഉപരോധിച്ചത്. വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പഞ്ചായത്ത് അംഗങ്ങളോട് യാതൊരു മര്യാദയും പാലിക്കാറില്ല എന്നും ഇവർ ആരോപിച്ചു. ചൊവ്വാഴ്ച വൈദ്യുതി എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. സിറ്റി വിഷൻ, ഉപ്പുതറ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ, വെള്ളി ഗ്രാമിന് 235 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിമാലി-കുമളി ദേശീയപാതയ്ക്ക് മുകളിൽ മരങ്ങളിൽ തങ്ങി നിൽക്കുന്ന ഭീമൻ പാറക്കല്ലുകൾ ദുരന്ത ഭീഷണിയാവുന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കീരിത്തോട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചു. ദേവികുളം മണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ജില്ലാ ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങൾ തുടരുകയാണ്.
ഈട്ടിത്തോപ്പിൽ വൻ കഞ്ചാവ് വേട്ട. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 8 കിലോ കഞ്ചാവും 7 യുവാക്കളെയും തങ്കമണി പോലീസ് പിടികൂടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.